സ്ത്രീപീഡന കേസിൽ വാർത്താ ഏജൻസിയായ തെഹൽക്ക എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. 13 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ് വിധി പറഞ്ഞത്. യുവമാധ്യമ പ്രവർത്തകയുടെ പരാതിയിലായിരുന്നു കേസന്വേഷണം. വിവരങ്ങളുമായി TS ആദർശൊപ്പം ചേരുന്നു. ആദർശ്, എന്താണ് വിവരങ്ങൾ? തെഹൽക്ക മാഗസിൻ എഡിറ്റർ തരുൺ തേജ്പാലിനെതിരെയുള്ള കേസിലാണ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ബോംബെ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. 13 വർഷം നീണ്ട നിയമ നടപടിക്ക് ഒടുവിലാണ് സ്ത്രീപീഡന കേസിൽ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2:30 ശിക്ഷാവിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഈ 13 വർഷങ്ങൾക്ക് മുമ്പ് ഗോവയിൽ വെച്ചാണ് യുവ മാധ്യമപ്രവർത്തക പീഡനത്തിനിരയായി എന്നുള്ള പരാതി നൽകുന്നത്. രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനായിരുന്നു തരുൺ തേജ്പാൽ. തെഹൽക്ക മാധ്യമത്തിലൂടെയും പിന്നീട് തെഹൽക്ക ഓൺലൈനിലൂടെയും ഒക്കെ നിരവധി വാർത്തകൾ അദ്ദേഹം പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നു. ഇത് രാഷ്ട്രീയമായി ഗോവയിൽ അധികാരത്തിലിരിക്കുന്ന BJP കെട്ടിച്ചമച്ച കേസാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ തരുൺ തേജ്പാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. പരാതിയിൽ ഉറച്ചു നിന്ന് ആ യുവ മാധ്യമപ്രവർത്തക മുന്നോട്ട് പോവുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാവുകയും അവർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും രാജ്യത്തെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായി കണക്കാക്കിയിരുന്ന തരുൺ തേജ്പാൽ ഈ യുവ മാധ്യമപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. കൃത്യമായ തെളിവുകളടക്കം ശേഖരിച്ച് അവർ ഹൈക്കോടതിയിൽ നടന്ന ഈ കേസിൻ്റെ വിചാരണയിലും മറ്റും ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 13 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ കേസിൻ്റെ വിധി പ്രസ്താവം ഏറെ ശ്രദ്ധേയമാകുന്നതും. എന്തായാലും തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വർഷത്തെ തടവ് ആയിരിക്കും ശിക്ഷ ലഭിക്കുക എന്നുള്ളത് അറിയാൻ കഴിയൂ. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ചുള്ള ഈ ശിക്ഷാവിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃഷ്ണരാജ്.